പാരഗ്രാഫിലാണ് നീതീകരണത്തിൻ്റെ ഒരു പ്രധാന പ്രബോധനം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. 1992 സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. കണ്ടോ? ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും ഫലമായി ലഭിച്ചതാണ് നമുക്ക് നീതീകരണം. അതാണ് ഇത് നമ്മുടെ പ്രവൃത്തി അല്ല എന്ന് പറയുന്നതും, ഇത് മോശ വഴി വന്നതല്ല എന്ന് പറയുന്നതും, ഇത് നിയമത്തിൻ്റെ പാലനയിലൂടെ ലഭിക്കുന്നതല്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി. നീതീകരണം നമുക്ക് ലഭിക്കുന്നത് യേശു തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ആ രക്തം വാർത്തി യേശുവിൻ്റെ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ആ പീഡാസഹനത്തിന് നമ്മൾ പങ്കാളിയാകുന്ന അവസ്ഥ അനുവദിക്കുന്നത് ദൈവം. ആ പീഡാസഹനത്തിൽ കൂടുതൽ പങ്കാളിയാകുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും ഈ തത്വത്തിലൂടെ. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ ആയാലും കൊച്ചു ത്രേസ്യ ആയാലും എല്ലാ വിശുദ്ധരും എനിക്ക് കൂടുതൽ സഹനം വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പീഡാസഹനത്തിൽ കൂടുതൽ പങ്കാളിയാകാനും മൗനമായി സഹിക്കാനും സഹനത്തിൻ്റെ വളരെ വേദനകരമായ അവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലുക ആന്തരികമായ ഒരു കരുത്താണ്. നീതീകരണത്തിൻ്റെ ശക്തമായ അനുഭവമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഗെത്സമനി ഉണ്ട്. ഒരിക്കലൊരു സഹോദരി, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനാ സഹായത്തിനിടയ്ക്ക് അവരെ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ധ്യാനം തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് നിന്റെ സഹനമൊക്കെ ഇതിനു വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഒരു വീട്ടമ്മയാണ്, പക്ഷെ എല്ലാ ദിവസവും ചവിട്ടും തൊഴി കിട്ടും. അതാണ് അവരുടെ പ്രധാന വരം. പിറ്റേ ദിവസം പറഞ്ഞു, ധ്യാനത്തിന് നല്ല അഭിഷേകം ഉണ്ടായിരുന്നില്ല ബ്രദർ? ഉണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല ഉറപ്പാക്കാൻ ഇന്നലെ എനിക്ക് ഒരിക്കലും കിട്ടാത്ത മാതിരി തന്നെ ചുമരിൽ ചേർത്ത് വെച്ച് കുരക്കിനെ പിടിച്ച് ഞെട്ടി തന്നെ അങ്ങ് കൊല്ലാൻ പോയി. ഞാനങ്ങ് ശ്വാസം മുട്ടണ നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവ്, ഇത് മുഴുവനും ആ ബ്രദറിൻ്റെ ധ്യാനത്തിന് കാഴ്ച. മനസ്സിലായോ? ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകും. അതാണ് അവരുടെ സ്കൂളിലൊരു ടീച്ചറാണ്. നമ്മുടെ സ്കൂളുകളെ കുറിച്ച് കുറ്റം പറയല്ല, അതും ഒരു സഹനമാണ്. ആ സ്കൂളിൽ സാധാരണ ടീച്ചർമാരും സ്റ്റാഫും ചെയ്യാത്ത ഇരട്ടി ജോലി അതവിടെ ചെയ്യുമെങ്കിലും 2500 രൂപയാണ് ശമ്പളമുള്ളൂ. ഒരു കത്തോലിക്ക സ്കൂളിൽ ലൈബ്രറിയനായിട്ടാണ്. ലൈബ്രറി അടിച്ചു വാരുന്നത് വിട്ട് സ്കൂൾ മുഴുവനും തുടച്ച് വൃത്തിയാക്കുന്നതും സാറുമാർക്കെല്ലാം ചെയ്തു കൊടുക്കും. ലൈബ്രറി നോക്കും, പിള്ളേരുടെ കാര്യം നോക്കും. 2500 രൂപ ശമ്പളം പഴയാണ്. പക്ഷേ പിള്ളേർക്കോ ടീച്ചർമാർക്കോ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഉടനെ ഇവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടുകയാണ്. അത്ഭുതകരമായിട്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി നേരത്തെ പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. വിശ്വാസത്തിൻ്റെ കൂദാശയായ മാമോദീസായിലൂടെ നീതീകരണം നൽകപ്പെടുന്നു.
തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായി നീതിയുള്ളവരാക്കി തീർക്കുന്നു. കണ്ടോ, കരുണയാണ് കേട്ടോ ഇതിൻ്റെ വലിയൊരു രഹസ്യം. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായി നീതിയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ നീതിയോട് അത് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വവും നിത്യജീവനാവുന്ന ദാനവുമാണ്. അതൊരു വായിക്കാം. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായി നീതിയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ നീതിയോട് അത് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വവും നിത്യജീവനമാകുന്ന ദാനവുമാണ്. പിന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു ലോങ് കൊട്ടേഷനാണ്. 3-ാം 21 മുതൽ 26 വരെയുള്ള വചനം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നിയമത്തിലൂടെ അല്ലാതെ, അതാണ് നിയമത്തിലൂടെ അല്ലാതെ. ആ വചനം എടുത്ത് വായിച്ച് റോമർ 3:21 മുതൽ 26 വരെ. നിയമത്തിലൂടെ അല്ലാതെ ദൈവനീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് നിയമത്തിലൂടെ അല്ലാതെ? പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്ന കാറ്റക്കിസവും വീട്ടിൽ കിട്ടുന്ന ഫോർമേഷനും പള്ളിയിലെല്ലാം കിട്ടുന്ന പ്രബോധനങ്ങളെല്ലാം നിയമം അനുസരിക്കുക. നിയമം അനുസരിച്ചില്ലെങ്കിൽ തരത്തിൽ. എന്നാൽ വളർച്ചയിൽ വരുമ്പോൾ, അതാ പൗലോസ് പറഞ്ഞത്, സുവിശേഷം ദൈവശക്തി. അതിനെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കരുത്. അത് വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിൻ്റെ നീതി അതിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയുള്ള പ്രബോധനമായിരുന്നിരിക്കാം ആവശ്യം. പക്ഷേ നമ്മൾ വളരുമ്പോൾ പൂർണ്ണമായവ ലഭിക്കുമ്പോൾ അപൂർണമായവ അസ്തമിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ ഉയരണം. ആ പൂർണ്ണമായ അറിവ് എന്താണ് ഇവിടെ പറയുന്നത്? നിയമത്തിലൂടെ അല്ലാതെ ഇതാ ഇപ്പോൾ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം. അബ്രാഹാം എന്ന് വിശ്വസിച്ചു? റോമർ 4:5 പറയുന്നത് എന്താ? പാപികളെ, പ്രവൃത്തി കൂടാതെ പാപികളെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനെ വിശ്വാസം നീതിയായി പരിഗണിക്കും. ഇത് തന്നെ ആ ഏഷ്യ പ്രവചനത്തിൽ നമ്മളൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഏഷ്യ 51 ദൈവ കർത്താവിന്റെ ദാസൻ 3 ഏഷ്യ 50 8, 9 ഒക്കെ, എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? വാ, നമുക്ക് നേരിടാം. ചലഞ്ച്. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആരെന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയല്ല. അത്തരത്തിലുള്ളൊരു വിശ്വാസം. ഇതാ എന്താണ് സ്ഥായി ആയിട്ടുള്ള വിശ്വാസം? കർത്താവിനെ ഭയപ്പെടുകയും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും
അവിടുത്തെ ദാസന്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. ഇത് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്നില്ലേ? എന്താ നമ്മളുടെ എല്ലാ അവസ്ഥ? നമ്മൾ ഇത്രയും വിശ്വാസത്തിൽ വളർന്നു, ഇത്രയും ധ്യാനങ്ങൾ കൂടിയിട്ടും നമ്മൾ പൂർണ്ണമായിട്ട് പ്രകാശത്തിലാണോ? ആണോ? പറയും. ഇനിയും നമ്മളിൽ വിട്ടുപോകാത്ത എന്തെല്ലാം പാപകരമായ അവസ്ഥയാണ് നമുക്കുള്ളത്? ഉണ്ടോ ഇല്ലയോ? എന്താ ഇത് പോകാത്തത്? ഇത് പോകാത്തത് നമ്മൾ മാനുഷികമായിട്ട് നമ്മുടെ കരബലം കൊണ്ടും മനുഷ്യബലം കൊണ്ടും അതിനെ പരിഹരിക്കാൻ നോക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ നീതീകരണത്തിലൂടെ മാത്രമേ അത് വിട്ടുപോകുകയുള്ളൂ. ചട്ടങ്ങളിലൂടെയും പ്രമാണങ്ങളിലൂടെയും അല്ല. 139 സങ്കീർത്തനത്തിൽ ഞാനത് വായിച്ചായിരുന്നോ? ഇന്ന് വായിച്ചായിരുന്നോ? 139 സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനം 8 മുതലുള്ള വചനങ്ങൾ വായിക്കാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. കണ്ടോ? ഇവിടെ മുതലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ച് നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. Praise the Lord. ഇതിൻ്റെ എല്ലാം അർത്ഥം കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കണം. അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെ. കാരണം അങ്ങ് ആരാണ്? അങ്ങ് സർവാധിപനാണ്. സകലതും അങ്ങിൽ നിന്ന് അങ്ങിലൂടെ അങ്ങയിലേക്ക്. സർവ്വതും അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അതായത് അങ്ങയുടെ സർവാധിപത്യത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ ദിവസം ചിന്തിച്ചു, ജോസഫിന്റെ സഹോദരന്മാർ എന്തോ ഒരു അക്രമം കാണിച്ചത് ഒരു സഹോദരനോട് ഇല്ലേ? അവനെ കിണറ്റിലെറിഞ്ഞു, പിന്നെ വലിച്ചെടുത്ത് അവനെ കൊല്ലാൻ നോക്കി, അവനെ അടിമയായിട്ട് ഈജിപ്തിന് വിറ്റു. അതുകൊണ്ട് അവൻ ഈജിപ്തിൽ വന്നു. കണ്ടോ? ഇത് കർത്താവിന്റെ പണിയായിരുന്നു എന്ന് നമ്മൾ എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇല്ലേ? അത് കഴിഞ്ഞ് പൊന്തിഫറിന്റെ ഭാര്യയാൽ ചതിക്കപ്പെട്ട് അവനെ ജയിലിലാക്കി. ഇപ്പോ എന്താ? ഇപ്പൊ ഒരു മിണ്ടാമണത്തിന്റെ ഉള്ളിലായ മാതിരിയായി, ഇല്ലേ?
അവന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പണി ചെയ്യേണ്ട, സുഖമായിട്ട് ഭക്ഷണവും കിട്ടും, എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതല്ലേ ജയിലിൽ വേറെ എന്താ? അങ്ങനെ ചിന്തിച്ചില്ല അല്ലേ? അതിനാണ് നമ്മൾ മിണ്ടാമടം എന്ന് പറയുന്നത്. മിണ്ടാമടവും ജയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ആ ജയിലിലുള്ള മാതിരി അഴികളും ഒക്കെ അവിടെ ഉണ്ട്. പുറത്തു പോകാൻ പാടില്ല, ജീവിതത്തിൽ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. അപ്പൊ കർത്താവ് വളരെ ആവശ്യമാണ് ഇവരെ കൊണ്ട്. അവസാനം ഒരു ദിവസം ഇതാ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അവൻ വളർന്നപ്പോൾ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഈ എളിയവൻ ഈ ജോസഫിനെ കൊണ്ടുചെല്ലേണ്ടി വന്നു. ഇതാ പ്രിസൺ ടു പ്രൈം മിനിസ്റ്റർ എന്നാ പറയുന്നത്. രാവിലെ വരെ ജയിലറയിൽ ഒരു കുറ്റവാളിയായി, എന്താ പറയാ മലയാളത്തില്, പ്രിസണർ, ജയിൽ പുള്ളിയായിട്ട് കിടന്ന ആള് വൈകുന്നേരം ആ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇതിനും വലിയ പ്രോസ്പെരിറ്റി ഗോസ്പൽ വേറെ ഉണ്ടോ? വേണോ? എന്താ ജയിലിനായിരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റാരോടുമായിട്ടൊരു കോണ്ടാക്ട് പാടില്ല. സെൽഫോണുകളെല്ലാം കട്ട്. ഒറ്റേ ഒരു ഫോൺ, കോർഡ്ലെസ് സൂപ്പർ സാറ്റലൈറ്റ് ഫോൺ കർത്താവുമായിട്ട് മാത്രം. ജ്ഞാനം എന്നുള്ള ഒറ്റ വിഷയം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടൊരു ക്യാരക്ടറാണ് ജോസഫ്. അവസാനം രക്ഷാകര പദ്ധതിയിലെ നിർണായകമായ ചില സംഭവങ്ങളുടെ വെളിപ്പെടുത്തലല്ലേ ജോസഫിലൂടെ കൊടുത്തത്. ജോസഫിനോട് അവസാനം ഫറവോ പറയുകയാണ്, അല്ലെങ്കിൽ ഫറവോ പരസ്യമായിട്ട് പറയുക, ഇതുപോലെ ജ്ഞാനം നിറഞ്ഞ മറ്റൊരാളെ നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് കിട്ടുമോ? ഇതുപോലെ ദൈവത്തിന് ജ്ഞാനം നിറഞ്ഞ ഒരാളെ നമുക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഇവനെ നമുക്ക് ഇവിടുത്തെ സ്ഥാനാവധിയാക്കാം. രാജാവ് ഫറവോ അവന്റെ മുദ്രമോതിരം ഊരി ജോസഫിനെ അണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാ പറഞ്ഞ മാതിരിയെല്ലാം സംഭവിച്ചു. രാജ്യത്ത് ക്ഷാമം വന്നു. അതിനു മുമ്പേ അവരുടെ സ്റ്റോർ ഹൗസുകളെല്ലാം നിറഞ്ഞു. ക്ഷാമമായി, ലോകം മുഴുവൻ ക്ഷാമം, എങ്ങും ഗോതമ്പില്ല. അപ്പോഴാണ് തൻ്റെ സഹോദരന്മാർ ഇതാ യാചിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോഴിതിന് പകരം തീർക്കണം എന്ന് വിചാരിച്ചോ? ആ വികാരഭരിതമായ ഒരു അവസ്ഥ എപ്പോഴും അത് വായിക്കുമ്പോൾ കണ്ണുനീര് നമുക്കും വന്നു പോയിട്ടില്ലേ? ജോസഫ് സഹോദരന്മാരെ കണ്ടിട്ട് കരയാൻ വേണ്ടി വേറെ മുറിയിൽ പോയി. കാരണം ഇവിടെ പരസ്യമായിട്ട് കരഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത്രയും വലിയ പ്രൈം മിനിസ്റ്റർ. അവസാനം കൺട്രോൾ വിട്ടുപോയി. ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭയവും വിറയലും ആലോചിച്ച് നോക്കുക. അവരവിടെ ഇവരിപ്പോ ഞങ്ങളെ കൊല്ലും. ഉടനെ പറഞ്ഞു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. നിങ്ങൾ അന്ന് എന്നോട് ചെയ്ത തിന്മ ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്മയാക്കി മാറ്റിയിരിക്കുന്നു. മനസ്സിലായോ? എന്തിനാണ് ദൈവം തിന്മ അനുവദിക്കുന്നത്? നമ്മളെല്ലാം തിന്മയെ കാണുമ്പോൾ കംപ്ലീറ്റ് നശിച്ചു പോയത് വിചാരിക്കും. ദൈവത്തിന്റെ ശക്തിക്ക് തിന്മയിൽ നിന്നും നന്മയുണ്ടാക്കാൻ പറ്റുന്ന
ശക്തിയാണ്. തിന്മയിൽ നിന്നും നന്മയുണ്ടാക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി. എന്തെല്ലാം തിന്മകൾ നമുക്ക് വന്നിട്ടുണ്ടോ അതിനെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുക. കർത്താവിന്റെ മുഖത്തിലേക്ക് കാർപ്പിച്ച് തുപ്പിയവർക്ക് കർത്താവ് ഉടനെ അനുഗ്രഹം കൊടുത്തു. എന്ന പോലെ ജോസഫ് അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ദൈവം മുൻകൂട്ടി ഇവിടെ അയച്ചത്. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും കന്നുകാലികൾക്കും ഞാൻ ഭക്ഷണം തന്നുകൊള്ളാം. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ നീതീകരണത്തിന്റെ പ്രവർത്തനമാണ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ തിന്മകളെയും നന്മയാക്കാൻ കഴിയുന്ന ദൈവം. കാരണം ദൈവം സർവാധിപനാണ്. സർവാധിപൻ. അതാണ് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി ഇപ്പോൾ നിയമത്തിലൂടെ അല്ലാതെ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നിയമത്തിലൂടെ അല്ലാതെ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എന്തെന്നാൽ അവരുടെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവമഹത്വത്തിൽ നിന്നും അയോഗ്യരായിത്തീർന്നതിനാൽ അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഒന്നെല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. വിശ്വാസം വഴി രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചിരുന്നു. അവിടുന്ന് തന്റെ ക്ഷമയാൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുന്നു. അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഇനി 93. നീതീകരണം ദൈവത്തിന്റെ കൃപാവരവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സഹകരണം ഉറപ്പിക്കുന്നു. നീതീകരണം ദൈവത്തിന്റെ കൃപാവരവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സഹകരണം ഉറപ്പിക്കുന്നു. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് അവന് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിന്റെ വചനത്തോടുള്ള സമ്മതം വഴിയും അവന്റെ സമ്മതത്തിന് മുൻമേ നിലനിൽക്കുന്നവനും അതിനെ പരിരക്ഷിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോടുള്ള സ്നേഹത്തിന്റെ സഹകരണത്തിലും അത് പ്രകടമാകുന്നു. ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രകാശിപ്പിക്കലിലൂടെ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ മനുഷ്യൻ ആ പ്രചോദനം സ്വീകരിക്കുന്നതിന് നിസ്സംഗനായിട്ടല്ല. കാരണം അവന് അത് നിരസിക്കാൻ കഴിയും. എന്നാലും ദൈവത്തിൻ്റെ കൃപ കൂടാതെ സ്വതന്ത്രമായ സ്വന്തം ഹിതം മൂലം ദൈവദൃഷ്ടിയിലുള്ള നീതിയിലേക്ക് തന്നെ നയിക്കാനാവുകയില്ല. എന്നാലും ദൈവത്തിൻ്റെ കൃപ കൂടാതെ സ്വതന്ത്രമായ സ്വന്തം ഹിതം മൂലം ദൈവദൃഷ്ടിയിലുള്ള നീതിയിലേക്ക് തന്നെ നയിക്കാൻ ആവുകയില്ല. കണ്ടോ, ദൈവത്തിൻ്റെ കൃപ കൂടാതെ. ഇനി ഇതും കൂടി ഒന്ന് വായിച്ചോട്ടെ. ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ ചില മനോഹരമായ പ്രബോധനമാണ്. യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും കേട്ടോ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും
ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞേ, യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. The greatest work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. അതൊന്ന് ഇംഗ്ലീഷാണത്. 1994 ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ച്. Justification is the most excellent. That's the word. The most excellent work of God's love made manifest in Christ Jesus and granted by the Holy Spirit. The most excellent work of God's love. Most excellent work. പരിശുദ്ധാത്മാവിന്റെ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. Praise the Lord. അപ്പൊ ഇത് നമ്മൾ നഷ്ടപ്പെടുവോ? ഇത് നമ്മൾ കൂടുതൽ അറിഞ്ഞ അനുഭവമാകുമ്പോഴാണ്. ഇനി കേട്ടോ, അതിൻ്റെ ഒരു വിശേഷണം സെന്റ് അഗസ്റ്റിൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ നീതീകരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തെക്കാൾ വലിയ പ്രവൃത്തിയാണ്. ദുഷ്ടന്മാരുടെ നീതീകരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തെക്കാൾ വലിയ പ്രവൃത്തിയാണ്. എന്താ കാരണം? ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയും നീതീകരണവും കടന്നു പോവുകയില്ല. Praise the Lord. ആകാശവും ഭൂമിയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പഠിച്ചല്ലോ. മനുഷ്യനോ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവർ പാപം മൂലം ദുഷ്ടതയിലേക്ക് വന്നു. അവര് ദൈവം വീണ്ടെടുത്ത് അവരെ നിത്യതയിലേക്ക് കൊണ്ടുവന്നപ്പോ, അഗസ്തീനോസിനെ പോലെയുള്ള വിശുദ്ധരായി മാറിയപ്പോൾ അവരുടെ ജീവിതം ദൈവത്തെ പോലെ തന്നെ അനന്തമായോ ഇല്ലയോ? അഥവാ നമ്മുടെ ജീവിതം, നമ്മൾ എത്ര വലിയ പാപിയായാലും നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞതോടെ, നമ്മുടെ പാപം യേശു ഏറ്റെടുത്തതിലൂടെ, യേശുവിന്റെ നീതീകരണം നമ്മിലൂടെ ഒഴുകിയപ്പോൾ നമ്മൾ ദൈവമക്കളാകുകയും ദൈവത്തിന്റെ നിത്യജീവനിലേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അത് ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ കാര്യമാണ്. Praise the Lord. നമുക്കൊന്ന് കർത്താവിന് നന്ദി പറയാം. യേശുവേ, മഹത്വം, മഹത്വം. ദൈവം